ജീവിക്കാൻ വേറെ മാർഗം വേണ്ട. നമ്മൾ കടലിലെ പണിയല്ലേ ഉള്ളു. വളരെ പൊളിഞ്ഞ് നാശപ്പെട്ടു. ഇഞ്ചിനൊക്കെ പോയി. 2 ഇഞ്ചിനുണ്ടായി 25-ന്റെ 2 പോയി. ഒരു ഉപയോഗമില്ല പറഞ്ഞിട്ട്. നമ്മള് ജനങ്ങൾ കിടന്ന് മരിക്കണ തന്നെ ബാക്കി. ആ മണ്ണ് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അവര് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളു മണ്ണ്. ഈ ആർവറ ഞങ്ങൾക്ക് സത്യം പറയണ, ഈ ആർവറ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. പിണറായി വിജയൻ വന്ന് കല്ലിട്ടിട്ട് പറഞ്ഞ് ഇപ്പൊ തുടങ്ങും പണി എന്ന് പറഞ്ഞിട്ട് ഒരു അനക്കമില്ല. അവരൊരു കല്ലൂരിട്ടാൽ പോയി. ഇത് തന്നെ നടന്നത്. 21-22 പേരുടെ മരണം നടന്നിട്ടുണ്ട്. മുതലക്കുഴിയില് മൗത്ത് ഭാഗത്തിന് വീതിയില്ല. ഈ ചന്ദ്രഗിരിയും മറ്റ് കുറെ ഈ ഡ്രഡ്ജറുകൾ കൊണ്ടുവന്നിട്ട് അത് നോക്കുകൂത്തിയായിട്ട് ഇടുന്നതല്ല, അത് പ്രവർത്തിപ്പിക്കണം. അദാനിക്ക് നമ്മളെ മുതലപ്പൊഴി കൊടുത്തോടുകൂടി പൊഴിയുടെ കാര്യത്തിൽ തീരുമാനം. ഈ കഴിഞ്ഞ ആഴ്ച 1.5 ആഴ്ചയായിട്ട് നടക്കുന്ന ഈ അപകടങ്ങള് ഈ ആഴം നിലനിർത്തേണ്ടത് മാത്രമാണ്. ഈ ഓരോ പ്രാവശ്യം മരിക്കുമ്പോഴത്തേക്കും അടുത്ത തവണ ശരിയാക്കാമെന്നല്ലാതെ ഇതുവരെ ശരിയായില്ല. കേരളം മുതലപ്പൊഴി ശരിയായില്ല. പോർട്ടിലത്തേക്ക് കല്ല് കൊണ്ടുപോകാനല്ലേ ഇവിടെ ഈ അവസ്ഥയിലാക്കിയത്. അപ്പൊ അവിടെ സുഗമമായി ഇവിടെ മത്സ്യത്തൊഴിലാളികളെ നശിക്കുകയും ചെയ്തു. മുതലപ്പൊഴി അഴിമുഖത്ത് അടിക്കടി ഉടലെടുക്കുന്ന ബോട്ടപകടങ്ങൾ മത്സ്യമേഖലയിൽ ആശങ്കയുയർത്തുകയാണ്. കഴിഞ്ഞ ദിവസം 2 പേരുടെ ജീവൻ കൂടി നഷ്ടമായതോടെ മുതലപ്പൊഴി മേഖല ഭീതിയിലാണ്. മുതലപ്പൊഴിയിൽ ആഞ്ഞടിക്കുന്ന കൂറ്റൻ തിരകളും കടലിനടിയിലെ മണൽക്കൂനകളും കരിങ്കല്ലും ഇതുവരെ കവർന്നത് 78 മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണ്. ട്രോളിംഗ് നിരോധനം നീങ്ങി മത്സ്യബന്ധനം സജീവമായി തുടങ്ങുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ദുരന്തമുണ്ടായത്. 2011 പൊഴിമുഖത്ത് ആദ്യ അപകട മരണം ഉണ്ടാകുന്നത്. പിന്നീട് അപകടങ്ങൾ തുടർക്കഥയായി. 2020 മുതലപ്പൊഴി ഹാർബർ പദ്ധതി കമ്മീഷൻ ചെയ്തത്. 177 കോടി രൂപയുടെ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനവും അപകടരഹിത മുതലപ്പൊഴിയും പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കകമാണ് തീരമേഖല കണ്ണീരിലായത്. ഉദ്ഘാടനം നടന്നുവെന്നല്ലാതെ ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. മുതലപ്പൊഴിയിലെ അപകട കാരണങ്ങളെക്കുറിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തുറമുഖ വകുപ്പിന് പരാതി നൽകിയതിന് കയ്യും കണക്കുമില്ല. എന്നിട്ടും ഒരു പരിഹാരവുമുണ്ടായില്ല. മുതലപ്പൊഴിയിലെ ദുരന്തങ്ങളെക്കുറിച്ചും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവർ തന്നെ മനസ്സ് തുറക്കുകയാണ്. കാലാകാലങ്ങളായിട്ട് സർക്കാർ വാഗ്ദാനങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇപ്പോഴും മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് 31-ാം തീയതി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് 177 കോടിയുടെ ഫണ്ട് പ്രഖ്യാപിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഉടനടി യന്ത്ര സാമഗ്രികൾ വന്നു എന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ ഇതുവരെ നിലവിൽ ഇവിടെ യാതൊരു യന്ത്ര സാമഗ്രികളും വന്നിട്ടില്ല. അപകടങ്ങൾ തുറക്കഥയാവുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ ഏകദേശം 10-12 അപകടങ്ങൾ സംഭവിച്ച് 2 പേര് മരിക്കുകയും ചെയ്തു. ഇന്നും രാവിലെ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പൂർണ്ണ പരാജയമാണ്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾ വേണം. എന്നാലും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അടിയന്തരമായിട്ട് മൗത്തിൽ ആഴം കൂട്ടുക. മൗത്തിൽ ആഴം കൂട്ടിയാൽ തന്നെ അപകടങ്ങൾ ഗണ്യമായി കുറെ അപകടം ഉണ്ടാകത്തില്ല ഈ സമയങ്ങളിൽ. മൗത്ത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് മൗത്തിലെ 6 മീറ്റർ എന്നുള്ള ആഴം നിലനിർത്തണം. ഈ ചന്ദ്രഗിരിയും മറ്റ് കുറെ ഈ ഡ്രഡ്ജറുകൾ കൊണ്ടുവന്നിട്ട് അത് നോക്കുകൂത്തിയായിട്ട് ഇടുന്നതല്ല, അത് പ്രവർത്തിപ്പിക്കണം. ഇപ്പൊ ഇത് തന്നെ കരാറടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചാൽ തന്നെ അതിൽ വൻ അഴിമതിയാണുള്ളത്. 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് 5 ദിവസത്തേക്കുമാണ് പല ഘട്ടങ്ങളുടെ കോൺട്രാക്ട് കൊടുത്തത്. പക്ഷെ നമുക്കിവിടെ തികച്ച് 15 മണിക്കൂർ പോലും വർക്ക് ചെയ്തിട്ട് ഒരു ഡ്രഡ്ജർ പോലും, ആ ചെറിയ ഡ്രഡ്ജർ അല്ലാതെ അത് നമുക്ക് പര്യാപ്തമായില്ല. പക്ഷെ ഈ വലിയ ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ട് 10 മണിക്കൂർ തികച്ചിവിടെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അവർ എത്ര കോടി രൂപ എഴുതിയെടുത്തുള്ളത് ഇനി വിവരാവകാശം കൂടി തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ വർഷം സഹിച്ചിരുന്ന ഉറപ്പെന്ന് പറഞ്ഞ് ഇനി ഒരു മരണം ഇവിടെ ഉണ്ടാകൂല. നമുക്ക് ഇവിടെ വളരെ ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ അടിയന്തരമായിട്ട് നിങ്ങൾക്ക് ഡ്രഡ്ജറുകൾ വരുത്തിച്ച് തന്നിട്ട് ഇവിടുത്തെ സ്ഥിരമായ ആഴം നിലനിർത്തും. 6 മീറ്റർ ആഴം നിലനിർത്തും. കൈവരികളിൽ കിടക്കുന്ന പെട്രോപാലുകൾ എടുത്ത് ഉയർത്തി മുകളിൽ വയ്ക്കും എന്നൊക്കെ കുറെ വാഗ്ദാനങ്ങൾ തന്നു. പക്ഷെ എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ ഇപ്പം കൊട്ടിക്കോട്ടിച്ച് ഒരു ഉദ്ഘാടനം നടത്തി. 31-ാം തീയതി ഉദ്ഘാടനം നടത്തി. 177 കോടിയുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഉടൻ ആരംഭിക്കാനുള്ള യന്ത്ര സാമഗ്രികൾ വന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, കേന്ദ്രമന്ത്രിയും പറഞ്ഞു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ ഒരു യന്ത്ര സാമഗ്രിയും ഇല്ല. ഫണ്ട് കിടക്കുന്ന അന്ന് കടന്ന ഒരു JCB ഇല്ല, വേറെ ഒരു സാധനങ്ങളും അവിടെ ഇല്ല. ഇതുവരെ അവർ ആരംഭിച്ചിട്ടുമില്ല. ഈ മരണം ഇപ്പൊ ഈ കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് നടക്കുന്ന ഈ അപകടങ്ങള് ഈ ആഴം നിലനിർത്തേണ്ടത് മാത്രമാണ്. ഇവര് മൗത്ത് വലുതാക്കുന്നതൊക്കെ ഫീച്ചറുള്ള കാര്യമാണ്. അത് ഈ 1 മാസം കൊണ്ട് 10 ദിവസം കൊണ്ട് തീരുന്നല്ല. ഇവര് 10 ദിവസം കൊണ്ട് ഇവിടുത്തെ അപകടങ്ങൾ ഇവർക്ക് ഒഴിവാക്കാൻ പറ്റും. മൗത്തിലുള്ള 6 മീറ്റർ ആഴം സ്ഥിരമായി നിലനിർത്തി കഴിഞ്ഞാൽ ഇത് സർക്കാരിന്റെ പൂർണ്ണ പരാജയമാണ്. ഇത്ര വർഷമായിട്ടുള്ള ഇപ്പൊ ഈ 10 വർഷത്തിനിടയ്ക്ക് എത്ര പേര് മരിച്ചു? 10 വർഷത്തിനൊക്കെ 80 പേര് മരിച്ചിട്ടുണ്ട്. ഈ ഒരു 4 വർഷത്തിനൊക്കെ എത്ര പേര് മരിച്ചു? 10-14 പേര് മരിച്ചിട്ടുണ്ട്. ഈ ഓരോ പ്രാവശ്യം മരിക്കുമ്പോഴത്തേക്കും അടുത്ത തവണ ശരിയാക്കാമെന്നല്ലാതെ ഇതുവരെ ശരിയായില്ല. കേരളം മുതലപ്പൊഴി ശരിയായില്ല. മുതലപ്പൊഴി ഇന്നും മരണപ്പൊഴി തന്നെയാണ്.
പേടിച്ചാണ് പോണത്. ഒക്കെ വന്ന് നമ്മുടെ ഇതിന്റെ കൊണ്ട് ചിലപ്പോ കിട്ടുമ്പോൾ ചായ തെളിയുമ്പോഴേ പോകും. അതും ഉരു പേടിച്ചാണ് പോണത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ആർബറിനെ കുറിച്ച്. പക്ഷെ കൊല്ലത്തെ അങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചപ്പോ മനസ്സമാനില്ല. ജീവിക്കാൻ വരെ മാർഗം വേണ്ടേ, നമ്മൾ കടലിലെ പണിയല്ലേ ഉള്ളു. അതുകൊണ്ടാണ് ഈ പണി പേടിച്ച് പേടിച്ച് പോകുന്നത്. കടപ്പുറമില്ല, കടപ്പുറം ഒന്നും പഴമൊന്നും പിടിക്കാൻ പറ്റില്ല. കിട്ടയും കാര്യം അവിടെ കല്ലൊക്കെ കിടക്കുന്ന മേളിൽ കയറി കടപ്പുറത്ത് ഒരുപാട് പിടിക്കുന്നില്ല. പിന്നെ പിടിക്കാൻ നമുക്ക് കായ്ക്കര കഴിഞ്ഞ് പോകണം. അവിടെ ഉള്ളു കടപ്പുറം. അപ്പൊ പിന്നെ എന്തിരിക്കാം, ജീവിക്കാൻ മാർഗം വേണ്ടേ. കടലിന്റെ പണി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇത്രയും പ്രായമായിട്ട് നമ്മളൊക്കെ പേടിച്ചു മേടിക്കാൻ പോകുന്നത്. സർക്കാരിനോട് നമ്മൾ അവരെന്തേലും പറഞ്ഞാല് ആ കണ്ടിട്ട് ഇപ്പൊ ഒരാഴ്ച 2 ആഴ്ചകളായി ഇവിടെ ഇയാളൊന്നും പിണറായി വിജയൻ വന്ന് കല്ലിട്ടിട്ട് പറഞ്ഞ് ഇപ്പൊ തുടങ്ങും പണി എന്ന് പറഞ്ഞിട്ട് ഒരു അനക്കമില്ല. അവരൊരു കല്ലൂർ ഇട്ടാൽ പോയി. ഇത് തന്നെ നടക്കുന്നത്. വേറെ ഒരു ജോലി ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് മണ്ണ് റിച്ച് സാധനം കൊണ്ടിട്ട് അവരും ഒരു പണിയും ചെയ്തിട്ട് ഈ മണ്ണിനായിട്ടാണ് കൂടുതലും അവർക്ക് വരുന്നത്. അപ്പുറത്തേടെ കൊണ്ട് മണ്ണ് ഇഷ്ടം പോലെ കയറി കിടക്കുകയാണ്. ഇവിടെ നിന്ന് റിച്ച് ചെയ്ത് മാറ്റുന്നതാണ്. ഒരു പ്രാവശ്യം ഇത് മൂടിക്കിടന്നു പണിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ. ഇന്നും ഒരു വെള്ളം കല്ലിൽ കയറി ഒറ്റയ്ക്കാന്നുള്ളത്. വെള്ളം പൊളിഞ്ഞ് നാശപ്പെട്ടു പോയി. ഇഞ്ചിനൊക്കെ പോയി. 2 ഇഞ്ചിനുണ്ടായി 25-ന്റെ, രണ്ടും പോയി. വരയൊക്കെ പോയി. നഷ്ടം ഫുൾ സാധനം പോയി. 25 ഇഞ്ചിന് പോയി, പൊടിഞ്ഞു പോയി. വരയൊക്കെ പോയി. വള്ളത്തിനകത്തുള്ള സകല സാധനം പോയി. ഒരു ഉപയോഗമല്ല പറഞ്ഞിട്ട്. നമ്മള് ജനങ്ങളിടുന്ന് മരിക്കണ ബാക്കി. നമുക്ക് തീറ്റി പോലും ഇല്ല, ആഹാരമില്ല. ഇന്ന വന്ന് അവര് വരും, വീഡിയോ എടുക്കും, അവരവരെ കാര്യത്തിന് പോകും. അപ്പൊ നമ്മളെന്തരും നമ്മളെ സഹോദരൻ, അച്ഛൻ, സഹോദര, ഭർത്താവും, മരുമക്കൾ, ചെറുമക്കൾ എല്ലാരും കടൽ പണിക്കാരില്ലേ. വിഷമം തന്നെ. അവര് കടലിൽ പോയിക്കൊണ്ട് തിരിച്ചു വന്നാൽ നമുക്ക് വിഷമം തന്നെ. നമുക്ക് പ്രയാസം തന്നെ സാറേ. നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട് അതില്. ഇവിടെ മണ്ണ് മൊത്തത്തിൽ അവര് വാരി എടുത്തിട്ടില്ല ഇതുവരെയും. ആ മണ്ണ് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അവര് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളു മണ്ണ്. അപ്പൊ ഇതിനാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അപകടങ്ങള് കൂടുതൽ സാധ്യത ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും മറ്റുള്ള ജനങ്ങളല്ലേ ബുദ്ധിമുട്ടുന്നത്. അത് സർക്കാർ മനസ്സിലാക്കണ്ടേ. സർക്കാരിനോട് എന്താണ് പറയാൻ? ഞങ്ങൾക്ക് സർക്കാരിനോട് എന്തൊരു പറയാൻ വേണ്ടി, സർക്കാർ ഇതിനോട് സഹകരിച്ച് പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ നല്ല പിന്നെ ഉത്തരവാദിത്തത്തോടെ അവര് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഈ വർഷം ഇപ്പൊ ഒരു 2-3 വർഷത്തിന് ശേഷം 21-22 മരണം നടന്നിട്ടുണ്ട് കണക്ക് പ്രകാരം. അദാനിക്ക് നമ്മളെ മുതലപ്പൊഴി കൊടുത്തോടുകൂടി പൊഴിയുടെ കാര്യത്തിൽ തീരുമാനം. പക്ഷെ അവരുടെ തുടർന്നുള്ള ട്രഡ്ജിങ് നടന്നിരുന്നുവെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം വരൂലായിരുന്നു. പക്ഷെ അവരുടെ കാര്യം കഴിഞ്ഞപ്പോ പിന്നെ ട്രഡ്ജിങ് ഇല്ല. ട്രഡ്ജിങ് ഇല്ലായിരുന്ന സമയത്ത് മണൽ കൂടി നിരന്തരം. ഇപ്പൊ തന്നെ ഈ ഒരു 8-9 ദിവസം കൊണ്ട് 10-12 അപകടമാണ് നടന്നത്. അതില് 2 പേര് മെനഞ്ഞാന്ന് മരണപ്പെടുകയും ചെയ്തു. പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലപ്പൊഴിയില് മൗത്ത് ഭാഗത്തിന് വീതിയില്ല, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ കല്ലിൽ അടുക്കിയിരുന്ന കല്ലുകൾ മൊത്തവും ഇടിഞ്ഞിറങ്ങി കടലിലോട്ട് ഇറങ്ങി കിടക്കുകയാണ്. അത് എടുക്കേണ്ട സമയത്ത് യഥാസമയത്ത് അതിനുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് അത് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നെങ്കിൽ, ആ കല്ലുകളൊക്കെ എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ കൂടുതൽ അപായങ്ങളൊന്നും പറ്റുന്നില്ല. പിന്നെ മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ മണല് ആഴമില്ലായ്മ. അതാണ് മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. വിഴിഞ്ഞം പോർട്ടിലത്തേക്ക് കല്ല് കൊണ്ടുപോകാനല്ലേ ഇവിടെ ഈ അവസ്ഥയിലാക്കിയത്. അപ്പൊ അവിടെ സുഗമമായി ഇവിടെ മത്സ്യത്തൊഴിലാളികളെ നശിക്കുകയും ചെയ്തു. അവിടുത്തെ കാര്യങ്ങൾ അത് ക്ലിയർ ആക്കുകയും ചെയ്ത് അത് എടുത്തോടുകൂടി പിന്നെ അദാനി ഇത് ഉപേക്ഷിച്ചല്ലോ. അദാനി ഉപേക്ഷിച്ചപ്പോ പിന്നെ ഇവിടെ ചെയ്യാനുള്ള ആൾക്കാരില്ലല്ലോ. ഇത് സമയാസമയങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതുപോലെ ട്രഡ്ജിങ് നടത്തിയിരുന്നെങ്കിൽ ഈ അപകടം ഇവിടെ ഉണ്ടാവില്ല. കടലിന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സാധാരണ ആർബറെന്ന് വെച്ചാൽ നല്ല വീതിക്ക് വിസ്താരത്തിലാണ്. ഇത് ചെറിയൊരു തോട് കിടക്കുന്ന കണക്കാണ് കിടക്കുന്നത്. അവരുടെ ജീവനെ പണയം വെച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചു വരുവോളം നമ്മൾ നെഞ്ചിടിച്ചാണ് വീട്ടിനകത്തൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ പോയാണ് ഇപ്പൊ 2 എണ്ണം പോകുന്നത്. അങ്ങനെ ഒരുപാട് മക്കൾ, നമ്മളെപ്പോലെ ഒരുപാട് പേര്. ഞങ്ങൾ നേരം വെളുത്താ ഇരിക്കുന്നത് പേര് ദൈവത്തിന്റെ മുമ്പിൽ കണ്ണീരൊഴിച്ചാ ഇരിക്കുന്നത്. ഒരു ആപത്തും കൂടാതെ അവർ ഞങ്ങൾക്ക് തിരിച്ചുകൊണ്ട് തരണേ. അത്ര പരിശുദ്ധമായി പ്രാർത്ഥിച്ചിരുന്നു. ദൈവത്തിന്റെ ഒരു കടമയാണ് ഞങ്ങൾ ഓരോരുത്തരുടെ വാക്യം കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചുകൊണ്ട് തരണേ.
ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. സത്യം പറയണേ, ഞങ്ങള് ഈ ആർബർ ഇല്ലാത്ത സമയത്തും ചെറിയ ഇനങ്ങളിട്ട് ഞങ്ങൾ അന്തസ്സായിട്ട് ജീവിച്ചു. പക്ഷെ ഈ ആർബർ വന്നപ്പോൾ മരണത്തിന്റെ ആർബർ. മുതലപ്പൊഴി എന്ന് പറയുന്നത് മുതല വിഴുകുന്ന പൊഴിയാണ്. ഇവിടെ സർക്കാർ കൃത്യമായിട്ട് വാക്ക് പാലിക്കാത്തത് കൊണ്ടാണ് ഇന്നലെ ഇവിടെ ഈ അപകടം ഉണ്ടായത്. കാരണം പൊഴി മൂടിയ സമയത്ത് ഈ പറഞ്ഞ ഇത് പൊഴി ഉപയോഗിക്കുന്നത് വലിയ താങ്കൊള്ളക്കാരെ മാത്രം ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ട് ബാക്കി ആരും ഞങ്ങളുടെ കൂടെ സഹകരിക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് കേസുണ്ട്. പക്ഷേ ഈ ചെറുവള്ളക്കാരൻ കൂടെ ഞങ്ങളോട് സഹകരിച്ചിരുന്ന് സമരത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരൊറ്റ അപകടം പോലും ഈ അപകടം മാത്രമല്ല, ഒരാഴ്ചക്കുള്ളിൽ ഒരു 5-6 വള്ളങ്ങൾ തന്നെ ഇവിടെ കടലിൽ വള്ളം പൊട്ടിയിട്ടുണ്ട്. പക്ഷേ അവരും കൂടെ ഞങ്ങളുടെ സഹകരിച്ചിരുന്നുവെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല. ഇവിടുത്തെ പ്രധാന പ്രശ്നം മണൽ നീക്കാത്തതാണല്ലോ അത്. അതെ, കാരണം ഇപ്പോഴും അവര് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ നിരന്തരം കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ NHAI അവർ ടെൻഡറായി അവർക്ക് ഇപ്പൊ ഉടനെ മണൽ നീക്കം നടത്തുമെന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ തന്നെ 177 കോടി രൂപയുടെ സർക്കാരിന്റെ ഒരു പ്രോജക്റ്റ്, പക്ഷെ ഇന്ന് വരെ അതിന്റെ വേബ്രിഡ്ജ് പോലും അവർ റെഡിയാക്കിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയണത്. ഈ പറഞ്ഞ പോലെ പാറ കൊണ്ടുവരികയോ അങ്ങനെ ഒന്നും ഇതുവരെയായിട്ട് തുടങ്ങിയിട്ട് പോലില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് പോയി എന്നല്ലാതെ ഇന്ന് വരെ ഒരൊറ്റ വർക്കും അതിനകത്ത് നടന്നിട്ടില്ല. ഈ മത്സ്യത്തൊഴിലാളികളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അവർ എത്രത്തോളം ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന്. ചിറയൻകീഴ് കടകം സ്വദേശി ജോസഫ്, അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിൾ എന്നിവരാണ് ഇവിടെ ഒടുവിൽ മരിച്ചത്. ദുരന്തങ്ങൾക്ക് ശമനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത ദുർഗതിയിലാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. പൊഴിമുഖത്തെ മണൽ പൂർണ്ണമായും നീക്കാനാകാത്തതാണ് തിരയടി ശക്തമാകാൻ കാരണം. അപകടത്തിൽപ്പെടുന്നവരെല്ലാം നീന്തിയും മറ്റ് വള്ളങ്ങളിലുമായാണ് രക്ഷപ്പെടുന്നത്. വെള്ളം അഴിമുഖത്തെ മണലിൽ ഉറച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. മണൽ നീക്കാൻ കൊണ്ടുവന്ന ചന്ദ്രഗിരി ഡ്രഡ്ജറിന്റെ കേടുപാടുകൾ തീർക്കാനാകാത്തതും കടൽ പ്രക്ഷുബ്ധമായതും മണൽ നീക്കം പാളി. കാലവർഷം ആരംഭിച്ചതോടെ അഞ്ചുതെങ്ങ് കായൽ ജലം മണൽ തിട്ട കടന്ന് കടലിലേക്ക് ഒഴുകാൻ തുടങ്ങിയതോടെ ചെറുവള്ളങ്ങൾ കടലിൽ പോയി തുടങ്ങി. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ കൂടുതൽ വള്ളങ്ങൾ മുതലപ്പുഴയിലൂടെ മീൻപിടുത്തത്തിന് പോകുന്നുണ്ട്. 2 വർഷം മുൻപ് 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന് ശേഷം മുതലപ്പുഴയിലുണ്ടായ വലിയ അപകടമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായത്. മുതലപ്പുഴയിൽ അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങളിൽ മത്സ്യത്തൊഴിലാളി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളെ ശത്രുക്കളായി കാണുന്ന സമീപനമാണ് അധികാരികൾ സ്വീകരിക്കുന്നത് എന്നും മണൽത്തിട്ട മാറ്റാതെ പൊഴി മുറിക്കരുത് എന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ചെവിക്കൊണ്ടില്ല എന്നും മത്സ്യത്തൊഴിലാളി സംഘടനകൾ പറയുന്നു. മുതലപ്പുഴയിലെ മണൽ നീക്കം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നുമാണ് സംഘടനകൾ പറയുന്നത്.